സാറേ, പാലക്കാട് മുതലമടയിൽ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ അവകാശി എന്നൊക്കെ പറയുന്നത് ഒരു സുനിൽ ദാസ് ആണ്. സുനിൽ സ്വാമി എന്നാണ് വിളിക്കുന്നത്. TN ശേഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ വരെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രശസ്തി കൂടിയത്. പക്ഷേ ഇയാളുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുണ്ട്. ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായെന്നുള്ള വാർത്ത കേട്ടു. പലരും ഞെട്ടി. സാറ് ഞെട്ടിയോ? ഞാൻ ഞെട്ടിയില്ല. അതെന്താ? എന്താന്ന് വെച്ചാൽ ഒരു 30-35 കൊല്ലം മുതൽ എനിക്ക് ഈ സുനിൽ ദാസിനെ, സുനിൽ സ്വാമി എന്നൊക്കെ പിന്നീട് ഈ വെളുത്ത വസ്ത്രമൊക്കെ ഇട്ട് ഈ താടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സ്വയം വിളിച്ചു തുടങ്ങിയ സ്വയം പ്രഖ്യാപിത സ്വാമിയാണ്. അപ്പോഴാണ് ഈ സുനിൽ സ്വാമിയാവുന്നത്. ഈ സുനിൽ ദാസ് എന്നുള്ളതിലേക്ക് 35 കൊല്ലം മുമ്പൊക്കെ ഇയാളുടെ പരിപാടികളായിട്ട് ഞാൻ ഓർക്കുന്നത്, കേരളത്തിൽ ധാരാളം ഈ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര്, സുപ്രീം കോടതി ജഡ്ജിമാര്, ഇങ്ങനെയൊക്കെ അവരൊക്കെ വലിയ സെലിബ്രിറ്റികളായിട്ട് സമൂഹം കൊണ്ടാടിയിരുന്ന ഒരു കാലം. ഉദാഹരണത്തിന് ജസ്റ്റിസ് V ബാലകൃഷ്ണ എറാടി, അദ്ദേഹം സത്യസായി ബാബയുടെ ഭക്തനായിരുന്നു. പുട്ടപ്പർത്തിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മുതലമട ഈ ട്രസ്റ്റിലെ ഈ അന്നൊന്നും മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊന്നും പറഞ്ഞ് പ്രശസ്തിയൊന്നുമില്ല. ആ ഭാഗത്ത് നിന്നൊരു സുനിൽ ദാസ്, ഒരു യൗവനത്തിലേക്കൊക്കെ കടക്കുന്ന ഒരാള് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ സെലിബ്രിറ്റികൾ ചിലർ പറയാൻ തുടങ്ങി, ഈ ബാലകൃഷ്ണ എറാഡിയെ പോലെയൊക്കെ. എന്നെ ഇങ്ങനെ പാലക്കാട്ട് നിന്ന് സുനിൽ ദാസ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് പുട്ടപ്പർത്തിയിൽ നിന്ന് സായിബാബ പറഞ്ഞേൽപ്പിച്ച ഒരു കാര്യം പറയാൻ അദ്ദേഹം പറഞ്ഞു. മൊബൈലൊന്നുമില്ലല്ലോ. ഇല്ല. സുനിൽ ദാസിനെ പുട്ടപ്പർത്തിയിൽ നിന്ന് സായിബാബ വിളിക്കുന്നു എന്നാണ് സുനിൽ ദാസ് അവകാശപ്പെടുന്നത്. എന്നിട്ട് സുനിൽ ദാസ് ബാലകൃഷ്ണ എറാഡിയെ വിളിക്കുക, ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങൾ അങ്ങേക്ക് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ സായിബാബ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഒരു സന്ദേശമായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ഇങ്ങനെ ഈ സുനിൽ ദാസ് കേരളത്തിലെ പല ആളുകളെ വിളിച്ച് പറയാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ ഈ ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതുമല്ലോ, അല്ലെങ്കിൽ ഒരു ലേഖനമൊക്കെ എഴുതുമല്ലോ, സായിബാബയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓർമ്മയൊക്കെ എഴുതുമല്ലോ. അപ്പൊ അവര് പറയും, ഇങ്ങനെ മുതലമടയിൽ നിന്നൊരു സുനിൽ ദാസാണ് സായിബാബയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്. സായിബാബ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ കേരളത്തിലുള്ളവർക്ക് വേണ്ടിയുള്ളത് അറിയിക്കുന്നത് സുനിൽ ദാസിനെയാണ്. ഇങ്ങനെ ഇതൊക്കെ വലിയ വിശ്വാസ്യത വന്നു സുനിൽ ദാസിന് ഈ സായിബാബയായിട്ട്. കാരണം സായിബാബയെ തന്നെ മറ്റേ ഷിർദി സായിബാബയുടെ അവതാരമായിട്ടൊക്കെ കാണുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. സായിബാബ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ആശുപത്രി തുടങ്ങിയ കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, സായിബാബ അവരുടെ പൂജാമുറിയിൽ ഈ ചിത്രം വെച്ചിട്ടുണ്ടല്ലോ, ചിത്രത്തിൽ ഭസ്മം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു, സായിബാബ ചെയ്യിക്കുന്നതാണ്. സായിബാബ തന്നെ പുട്ടപ്പുറത്തിലെ ആളുകൾ ചെല്ലുമ്പോൾ വായുവിൽ നിന്ന് ഭസ്മം എടുത്തു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സായിബാബയിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഫിലിപ്പം പ്രസാദിനെ പോലെ ഒരു മുൻ നക്സലൈറ്റ് പോലും ഇല്ലേ സായിബാബയിലൊക്കെ ഭക്തനൊക്കെ ആയി മാറി. അങ്ങനെ പല ആളുകളും വേറെ ആളുകളും ഒക്കെ ഈ ഫൽഗുനൻ എന്ന് പറഞ്ഞൊരാള് നക്സലൈറ്റ് പ്രസ്ഥാനമൊക്കെ ആയിട്ട് നടന്നിരുന്ന, ഇടയ്ക്ക് കഥയൊക്കെ എഴുതിയിരുന്നത്, അദ്ദേഹം പുട്ടപ്പർത്തിയിൽ തന്നെ ഒരു അന്തേവാസിയെ പോലെയൊക്കെ ആയി. ഇവിടുന്നുള്ള ആളുകള് അദ്ദേഹത്തിനെ വിളിക്കുക, ആ കാര്യങ്ങൾ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുനിൽ ദാസ് സായി ബാബയുടെ ഒരു ഏജന്റിനെ പോലെ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാണ് പുട്ടപ്പുറത്തിൽ നിന്ന് തടയാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ആ കാലത്തും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ വക കാര്യങ്ങളിൽ. കുറെ കഴിഞ്ഞ് കുറേയും കൂടിയൊക്കെ ഇങ്ങനെ വളരുകയാണ് ഈ സുനിൽ ദാസ് വളരുകയും സ്വയം സുനിൽ സ്വാമി എന്ന് പേരിടുകയും. അപ്പൊ ആദ്യ കാലത്ത് ഈ സുനിൽ ദാസ് പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ VIP-കൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന പടം എടുത്തിട്ട് പരസ്യം ചെയ്യും. അപ്പൊ പത്രങ്ങൾക്ക് പരസ്യം കിട്ടുന്നതുകൊണ്ട് ഇയാളെ ഒന്നും എക്സ്പോസ് ചെയ്യുന്നില്ല അന്ന് പത്രങ്ങള്. പിന്നെ ഈ മൗറീഷ്യസിന്റെ പ്രസിഡന്റ് ഇവിടെ വരിക, ഈ റാം ഗുലാം എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളൊക്കെ, ഇവരെ കൊണ്ട് വൈക്കം ക്ഷേത്രത്തിൽ പോവുക. ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൽ വന്നു, ഇവരെയും കൊണ്ട് വൈക്കത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പരസ്യം ചെയ്യും.
അപ്പോൾ വലിയ പുള്ളികളൊക്കെ മലേഷ്യയിൽ നിന്നല്ലേ അതെ പ്രസിഡന്റ് വരിക, ഇങ്ങനത്തെ ആളുകൾ. പിന്നെ അവിടെ ശ്രീ രവിശങ്കറുമായിട്ട് കുറേ ആളുകളുടെ കൂടെ നിൽക്കുന്ന, പണ്ട് ഈ ഹസ്തരേഖ ശാസ്ത്രജ്ഞന്മാർ പടമിടുമല്ലോ. എറണാകുളത്ത് മദ്രാസ് കഫേ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. മദ്രാസ് കഫേയില് വരും. പിന്നെ ഈ കാലിലെ ആണിരോഗം സുഖപ്പെടുത്തുന്നവര്, ഇതൊക്കെ മനോരമയിൽ പരസ്യം ചെയ്യും. പണ്ഡിറ്റ് ദുർഗാദത്ത ശർമ്മ എന്ന് പറഞ്ഞൊരാളുടെ പരസ്യം 1-ാം പേജിൽ എപ്പോഴും മനോരമയിൽ വരും. ആണിരോഗം സുഖപ്പെടുത്തുന്ന ആളെന്ന് പറഞ്ഞിട്ട്. ആളുകളുടെ തിരക്കുള്ളതിനാൽ ശർമ്മ വിമാനത്തിൽ മാത്രം സഞ്ചരിക്കുന്നു. നീ പരസ്യത്തിലുണ്ടായിരുന്നു. അന്ന് വിമാനത്തിൽ ഗൾഫിലൊന്നും പോയി തുടങ്ങിയിട്ടില്ലല്ലോ ആളുകളെ. എന്റെ കുട്ടിക്കാലത്ത് ഇയാളുടെ പരസ്യം കാണും. ആണിരോഗം സുഖപ്പെടും പണ്ഡിറ്റ് ദുർഗാദത്ത ശർമ്മ 3 കോളം പരസ്യം വരും. ഇങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കുന്നു അടിയിലൊരു വാചകം ഉണ്ടാവും. അപ്പൊ വലിയ പുള്ളിയാണല്ലോ, ആളുകളെ പറ്റിച്ച കാശാണല്ലോ ഓരോന്നിലും ഇങ്ങനത്തെ ആളുകൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ സ്വയം പരസ്യം ചെയ്ത് വലുതായ ഒരാളാണ് ഇയാളെ ഞാൻ എപ്പോഴും ഒരു ഫ്രോഡായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും അവിടെ പാലക്കാട്ടുള്ള എഴുത്തുകാരും ഒക്കെ ഇയാളെ പറ്റി പറയുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് സുനിൽ ദാസ് എന്ന് ചോദിക്കാറുണ്ട്. ഇയാൾ ശരിക്കും മാർക്കറ്റ് ചെയ്തു. അങ്ങനെ ഇയാൾ ഈ മുതലമട എന്ന് പറഞ്ഞാൽ ശരിക്കും പാലക്കാടിന്റെ ഒരു ഉൾനാട ഗ്രാമമാണ്. പക്ഷെ പാലക്കാട് ടൗണിൽ നടക്കുന്ന സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടെ ഇയാൾ ക്ഷണിതാവായി പിന്നെ അങ്ങനെ എന്റെ സുഹൃത്തായ രഘുനാഥൻ പറളിയുടെ അടുത്തുമൊക്കെ പറളി പ്രസംഗിക്കുമ്പോഴൊക്കെ അടുത്തുണ്ടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. രഘുനാഥനും ഇയാളുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഞാനും പറയാറുണ്ട്. ഇപ്പൊ ഇയാളെ പിടിച്ചിരിക്കുന്നത് 3 കോടിയുടെ കേസ്. അതെന്താന്ന് വെച്ചാൽ കോയമ്പത്തൂരിലെ ഈ കമലേശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ, അങ്ങേരോട് ഈ സുനിൽ ദാസ് എന്ന് പറഞ്ഞ സുനിൽ സ്വാമി പറഞ്ഞു 3600 കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടിയന്തരമായിട്ടൊരു 3 കോടി രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഇയാള് 2022 ഫെബ്രുവരി മുതൽ ഈ പണം കൊടുക്കാൻ തുടങ്ങി. 1,56,85,000 രൂപ ബാങ്ക് വഴിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ തെളിവുണ്ട് കൊടുത്തതിന്. 1,43,15,000 രൂപ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിൽ പോയി പരാതിപ്പെട്ടു. തമിഴ്നാട്ടില് മധുരയിൽ വെച്ച് അവര് ഈ സുനിൽ ദാസിനെ അറസ്റ്റ് ചെയ്തു, പൊക്കി. അപ്പോൾ ജയിലിലാണിപ്പോൾ. അപ്പോൾ ഈ മാസം ആദ്യം അറസ്റ്റ് ഈ മാസം ആദ്യമാണ് നടന്നതെങ്കിലും ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മധുരയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയില്ല എന്നാണ് സുനിൽ ദാസ് വിശ്വസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇയാളുടെ സൈറ്റ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന R വെങ്കട്ടരാമനാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയത് എന്ന് വെങ്കട്ടരാമൻ്റെ പടം വെച്ചിട്ട് അച്ചടിച്ചിട്ടുണ്ട്. പച്ചക്കള്ളമാണിത്. ഇയാൾ തന്നെത്താനെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടു കിടന്നൊരു സാധനമാണ് ഈ മുതലമടയില്. മുതലമട ദാരിദ്ര്യത്തിന്റെ ഒരു കേന്ദ്രമൊക്കെ ആയിട്ട് പണ്ട് മാതൃഭൂമിയില് അല്ലേ അശോകനൊക്കെ റിപ്പോർട്ടുകളൊക്കെ എഴുതിയതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ മുതലമട. അതെ, അവിടെ ഈ മാങ്കോ ഉണ്ട്, അതായത് മീൻസ് മാവ് എല്ലാ കാലത്തും പൂക്കുന്ന തരത്തിലുള്ള കുറെ മാങ്ങ, അതാണ് അവിടുത്തെ കാർഷിക മേഖലയുടെ. പിന്നെ അവിടെ ഈ മാന്തോട്ടത്തിലൊക്കെ വൻതോതിൽ കീടനാശിനി അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം അതൊക്കെ ഉണ്ടായതാ. പിന്നെ അതൊക്കെ അങ്ങ് പോയെന്നുള്ളതാണ്. പക്ഷെ ഇയാളിലൂടെയാണ് പിന്നീട് ശരിക്കും പറയാൻ മുതലമട അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ സാറ് പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളും, ഈ ചാനലുകൾ TV ഒന്നും അത്രയും ആയിട്ടില്ല. അപ്പൊ ഈ പത്രങ്ങളിൽ വരുന്ന പ്രചാരം, പരസ്യം, അത് ഇയാൾ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മുൻനിര പത്രങ്ങൾ മാത്രമല്ല ചെറിയ പത്രങ്ങൾക്കെല്ലാം കൊടുക്കുമായിരുന്നു പരസ്യം. അപ്പോൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇയാൾ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള രീതിയിൽ. മാത്രമല്ല വലിയ വലിയ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇയാളുടെ ചീഫ് ഗസ്റ്റ് പോലെ അവിടെ വന്ന് പങ്കെടുക്കും. അത് അവരുടെ ഒരു ചിലപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും അല്ലേ. പാലക്കാട് ഇതുപോലെ തന്നെ വേറൊരാളുണ്ട് ഇപ്പോൾ, മാനവേന്ദ്ര വർമ്മ എന്ന് പറഞ്ഞിട്ട്. മനോജ് എന്നാണ് അയാളുടെ പേര്. അയാൾ വർമ്മ എന്ന് പേരിട്ടു. അയാൾ വെള്ളാട്ടിരി രാജവംശത്തിൽപ്പെട്ട ആളാണെന്ന് അയാൾ തന്നെ പലരെയും കൊണ്ട് ലേഖനം എഴുതിക്കുന്നു. അത് കഴിഞ്ഞ് യോഗാതിരിപ്പാടായിട്ട് അഭിഷേകം ചെയ്യുന്നു. യോഗാതിരിപ്പാട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് രാജാവിനെയൊക്കെ അഭിഷേകം ചെയ്തിരുന്ന ആളാണ് ഈ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞത്. ശക്തൻ തമ്പുരാൻ ആ പദവി തന്നെ നിർമ്മാർജ്ജനം ചെയ്തു. കാരണം രാജാവിനെ അഭിഷേകം ചെയ്യുന്ന യോഗാതിരിപ്പാട് പിന്നെ രാജാവിനെ ധിക്കരിക്കാൻ തുടങ്ങി ശക്തൻ തമ്പുരാനൊക്കെ. അപ്പൊ ഒരു മടയിൽ 2 സിംഹം പാടില്ലല്ലോ. ശക്തൻ തമ്പുരാൻ ഇയാളെ പുറത്താക്കി. പിന്നെ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിട്ടില്ല, ചരിത്രത്തിലില്ല. ഈ ഇല്ലാതെ പോയ സാധനമാണെന്ന് ഇയാൾ അവകാശപ്പെടുകയാണ് യോഗാതിരിപ്പാട്. ഇങ്ങനെ ഒരാളുണ്ട് അവിടെ. ആളുടെ കൂടെ
ഹിന്ദുത്വ ശക്തികളൊക്കെ പുറകെ നടക്കുന്നുണ്ട്, ഫ്രോഡാണെങ്കിലും. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കയ്യിലുണ്ടാവുമായിരിക്കും. പക്ഷെ ഇങ്ങനെ എന്തിനാണ് ഈ തട്ടിപ്പും പറഞ്ഞ് നടക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരാള് ഇയാൾക്ക് ആശുപത്രികളുണ്ട്, മുതലമട ആശുപത്രിയുണ്ട്, HIV റീഹാബിലിറ്റേഷൻ ഉണ്ട് എന്ന് പറയും, കാർഡിയോളജി, ന്യൂറോളജി, ഇങ്ങനത്തെ ഡെന്റൽ കെയർ, ഇതൊക്കെ ആശുപത്രിയുടെ പരസ്യങ്ങളിൽ കാണാം. പിന്നെ മൈസൂർ അല്ലേ, രാജകുടുംബത്തിന്റെ രാജഗുരുവാണെന്ന് അവകാശപ്പെടുന്നു മൈസൂര്. അതൊക്കെ പിന്നീട് ഉണ്ടാകുന്നതാണ്, ഈ സാമ്യമായിട്ട് സ്വയം അവരോധിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നെ കലാം, അബ്ദുൽ കലാം ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്, ശശി തരൂര് പങ്കെടുത്തിട്ടുണ്ട്, ഉമ്മൻ ചാണ്ടിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇയാൾ സ്വയം ഈ മാർക്കറ്റ് ചെയ്ത് വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ചെറിയ താടിയൊക്കെ ആയിട്ട് മഹാനായ ആളാണ് ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. പല ആളുകളെയും ഇയാൾ ഭീഷണിപ്പെടുത്തിയൊക്കെ കാശ് മേടിച്ചിട്ട് പോലീസിനെ തന്നെ ഉപയോഗിച്ചിട്ടും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. കാരണം ഈ പുരാവസ്തു വിറ്റിരുന്ന ഒരുത്തനുണ്ടല്ലോ കൊച്ചിയില്, എന്താണ് മാവുങ്കലോ, ജോൺസൺ മാവുങ്കൽ. മാവുങ്കലിന്റെ കൂടെ ഇഷ്ടം പോലെ പോലീസുകാരുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്താനും ഒക്കെ അവരെയൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ഇനിയിപ്പോ ചിലപ്പോ ഒരുപാട് കഥകൾ പുറത്തു വന്നു എന്ന് വരും. എന്തായാലും ഒരു സാമ്യം കൂടി ശരിയായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.